ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീളമോള് വിനീതിനെ കൊണ്ട് ഏത്തടിക്കാണ് കേട്ടോ. 100 തവണ കഴിഞ്ഞു. അതിന് ശേഷം വിനീത് പറയുകയാണ്, എനിക്ക് വയ്യാണ്ടായി മോളെ, മതിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് ഗംഗ വരികയാണ് കേട്ടോ. അപ്പം ഗംഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ നീങ്ങി നിന്നിട്ട് ഇവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീളമോള് ചോദിക്കുന്നുണ്ട്, ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ സലീമിക്കൻ ബേബി ചേട്ടനും. എല്ലാവരും കള്ളുടിയന്മാരാണല്ലേ മോളെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. നിവിൻ എങ്ങാണ്ട് ഒരു ക്ലാസ് എടുത്തു വെച്ചപ്പോൾ ഞാനത് അറിയാതെ എടുത്ത് കുടിച്ചു പോയതാണ്. ഇനി ഒരിക്കലും സംഭവിക്കില്ല. നിവിൻ ചേട്ടനുള്ളത് കൊടുത്തിട്ടുണ്ടോന്ന്? എന്ത് കാവേരി ചേച്ചി എന്ത് കൊടുത്തു? അതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. നിവിൻ ചേട്ടനാണല്ലോ വിനീതേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അപ്പം കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിവിൻ ചേട്ടൻ ഇനി ഈ വീടിൻ്റെ പടി കയറുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിവിൻ ചേട്ടൻ വിളിച്ചപ്പോൾ കൂട്ടു പോകാതിരിക്കാൻ പറ്റുമോ മോളെ, അത്രയും വലിയ ഫ്രണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും ഇനി കുടിക്കൂലല്ലോ വിനീതേട്ടൻ? ഇല്ല. അന്ന് എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. അപ്പോൾ വിനീത് തലയെ തൊട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിളമോളാണ് സത്യം എന്ന് പറയുകയാണേ. അങ്ങനെ പറഞ്ഞ് സത്യം ചെയ്യുമ്പോൾ നിളയ്ക്ക് അത് വിശ്വാസം വരുന്നില്ല. അപ്പം നിള പറയാണ്, ഇത് കള്ളസത്യമാണെന്ന് എനിക്കറിയാം. കള്ളസത്യമോ? എന്തിന്? ഏറ്റവും ഇഷ്ടമുള്ള നിളമോളെന്നല്ലേ പറഞ്ഞത്? അതെ, ഏറ്റവും ഇഷ്ടമുള്ളത് നിളനല്ലല്ലോ, ഗംഗ ചേച്ചിനല്ലേ എന്ന് ചോദിക്കുകയാണേ. അന്നേരം ഗംഗയ്ക്ക് ഭയങ്കരമായിട്ട് ചിരി വരികയാണ് കേട്ടോ. ഒരു നാണത്തോട് കൂടിയിട്ട് ഗംഗ അങ്ങോട്ട് മാറുന്നത് ചിരിക്കുകയാണ്. അപ്പോൾ വിനീത്, അല്ല അത് പിന്നെ മോടെ മനസ്സിലായി സത്യം എന്ന് പറയട്ടോ. അപ്പോൾ വിനീത് വീണ്ടും സത്യം ചെയ്യാണ്ട്, സത്യമായിട്ടും ഇനി അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണേ. ഇതൊക്കെ കേട്ടിട്ട് ചിരിയോട് കൂടിയിട്ട് ഗംഗ അവിടെ നിന്ന് പോകുകയാണേ. പിന്നെ കാണിക്കുന്നത് നിവിൻ ആരെയോ കാത്തു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ജയപാലം വരികയാണ് കേട്ടോ. അപ്പം നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ നിൽക്കുന്നത്. ഏത് ഫ്രണ്ട്? അങ്കിളിനെ അറിയില്ല. നീ പറയടാ, ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റും. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണെന്ന് അറിയില്ല. ഓ അങ്ങനെയല്ലേ. അങ്കിൾ എവിടേക്കാ? ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലത്തേക്കാ. നീ വായോ എൻ്റെ കൂടെ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. കാർ ഇവിടെ എടുക്കട്ടെ, നമുക്കിവിടെ വരാം. വരുന്ന വഴി ഞാനിതിലേ വരുന്നത് എന്ന് പറയട്ടോ. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് നിവിൻ കയറി പോകും കേട്ടോ. എന്നിട്ട് ഇത് വേറെ ചെന്ന് നിൽക്കുന്നത് ഒരു തോട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ. അരവിന്ദ വാങ്ങിച്ചിട്ടുള്ള തോട്ടമാണ്, ഇപ്പോൾ ജയപാലിൻ്റെ സ്വന്തമായിട്ടുള്ള തോട്ടം. അപ്പം ഇതെന്താ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഇതേ ഒരു തോട്ടമാണ്. ഇതെന്തിനാ ഈ തോട്ടം എനിക്ക് കാണിച്ചു തരുന്നത്? എടാ, തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ നിനക്ക് ഈ തോട്ടം ആരെയാണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടമസ്ഥനോ? ഈ തോട്ടേ ഞാൻ വാങ്ങിച്ചതാടാ, രാഗിണീനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആൾക്ക്, അതായത് നിനക്ക് വേണ്ടിയിട്ടാണ് ഈ തോട്ടം. 5 ഏക്കർ ആണ് തോട്ടം. ഓഹോ, ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാ. ഈ അടുത്തെന്ന് പറയുമ്പോൾ ഈ അടുത്തല്ലേ അരവിന്ദൻ ഞങ്ങൾ മരിച്ചത് എന്ന് പറയട്ടോ. അതെന്താണ് നീ ഇപ്പം ആ കാര്യം പറയുന്നത്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ നീ എന്തിനാ ആ കാര്യം പറയുന്നത്? അല്ല, അന്ന് ഒരു വീട് ജപ്തി ചെയ്തപ്പോൾ അങ്കിളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ആ സമയത്ത് തന്നെ തോട്ടം വാങ്ങിച്ചല്ലോ എന്ന് പറയാണ് കേട്ടോ. അതൊക്കെ എനിക്ക് എന്തിനാ ആലോചിക്കുന്നത്? ഞാൻ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഭാര്യനെയും മക്കളെയൊക്കെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ കാര്യം തന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണേ. അല്ല, ഒരു മനുഷ്യത്വം വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം അതൊന്നും പറയണ്ട. അതെ, ഇതെന്തായാലും ഞാൻ വാങ്ങിച്ചു. 5 ഏക്കർ തോട്ടമാണ്. ഒരു കാര്യം ചെയ്യ്, നമുക്കിതവിടെ ഒരു ആദിവാസികളുടെ അമ്പലമുണ്ട്, ആ അമ്പലത്തിലൊന്ന് പോയിട്ട് വന്നാലോ എന്ന് ചോദിക്കുകയാണേ. ഞാൻ വരാം. ഒരു കാര്യം ചെയ്യ്, അങ്കിള് നടക്ക്, എനിക്കൊന്ന് 2 കോള് ചെയ്യാനുണ്ടെന്ന് പറയട്ടോ. കോളോ? ആർക്ക്? അതെൻ്റെ ഒരു ഫ്രണ്ടിനാ, കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെന്ന് പറയട്ടോ. അങ്ങനെ ജയ്വാൽ അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ നിവിൻ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. ഈ തോട്ടം, ഈ അമ്പലം, ആദിവാസി അമ്പലം, പേരൊക്കെ എവിടെയോ പറഞ്ഞു കേട്ടല്ലോ. ഇത് അരവിന്ദൻ അങ്കിൾ മേടിച്ച തോട്ടാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കാവേരിക്ക് വിളിക്കുകയാണേ. കാവേരിയാണെന്നുണ്ടെങ്കിൽ നിവിൻ്റെ നമ്പർ കാണുമ്പോൾ ഇന്നലെ സംഭവിച്ചതിന് ക്ഷമ ചോദിക്കാനോ വിശദീകരണം പറയാനോ വേണ്ടിയിട്ട് വിളിക്കണതാവും. തൽക്കാലം ഞാനിപ്പോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം വീണ്ടും ജയപാലൻ വരികയാണ് കേട്ടോ നിവിൻ്റെ അടുത്തേക്ക്. നീ വിളിച്ചു കഴിഞ്ഞില്ലേ? നീ ആർക്കാണ് വിളിക്കുന്നത്? എൻ്റെ ഒരു ഫ്രണ്ടിനാങ്കിളെ. അതെ, അതൊക്കെ പിന്നെ ആവാം. നീ ഇനിയിപ്പോൾ പഴയ ഫ്രണ്ട്സിനൊന്നും വെച്ച് ഇരിക്കേണ്ട. അവരൊക്കെ മാറ്റിയിട്ട് പുതിയ ഫ്രണ്ട്സിനൊക്കെ കണ്ടുപിടിക്കുക. ഈ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് പ്ലാന്റർമാരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും അങ്ങനെ വലിയ ആൾക്കാരായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വേണം നമുക്ക് ഉണ്ടാവാനായിട്ട്. അതാകുമ്പോൾ പണം വരുന്ന വഴി അറിയില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നിവിനെയും കുട്ടിയെ അമ്പലത്തിലേക്ക് പോകാണ് കേട്ടോ ജയപാലൻ. പിന്നെ കാണിക്കുന്നത് നമ്മളെ വിനീതിനാണ് തലവേദന എടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലേ, തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കുകയാണുമ്പോൾ സലീമൊക്കെ പറയുന്നുണ്ട്, എന്താടാ തലവേദനയാണോ? തലവേദന. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗുളിക എടുത്ത് കഴിക്കടാ എന്ന് പറയട്ടോ. ഗുളിക ഇവിടെ ഞാൻ നോക്കണോ? വേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ സലീമൊക്കെ പറയും, എടാ ആദ്യമായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ, പിന്നെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അല്ല വിശപ്പില്ല,
ആ വിശപ്പും ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, തലവേദനയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തുടക്കമാണ്, ഇനി ഞാൻ ശരിയിലായിക്കോളും. ദേ സലീമിക്ക, ഇനി ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊടുന്നില്ല ഈ സാധനം. ആ എന്നാൽ നിനക്ക് കൊള്ളാം. ആ ഞാനൊരു ഗുളിക വാങ്ങിച്ചിട്ട് തരട്ടെന്ന് പറഞ്ഞിട്ട് വിനീത അവിടെ നിന്ന് ഇറങ്ങുകയാണ്. താഴെത്തുമ്പോൾ വിനീതിനല്ല നിവിനെ കാണാണ്. നിവിനെ കണ്ട വഴിക്ക് നിളമോളെ തലയിൽ തൊട്ട് സത്യം ചെയ്തത് ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ വിനീത് ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ് കേട്ടോ. ആ ബ്രോ എന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് നിവി വന്ന വഴിക്ക് വിനീതിനോട് ചോദിക്കുകയാണ്, അതെ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇന്നലെ നീ പറഞ്ഞ കാര്യം? ആ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓ അതോ? ആ അത് എന്ന് പറയട്ടോ. പറഞ്ഞോ? ആ പറഞ്ഞു. കാവേരിയുടെ കാര്യമില്ലേ എന്ന് ചോദിക്കും. ആ അതെ 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 കാവേരിയുടെ കാര്യം. ആ കാവേരിനോട് ഞാൻ പറഞ്ഞോളോട്. അപ്പം എന്ത് പറഞ്ഞു? അത് അത് നീയും ഉണ്ടായില്ലേ? ഞാനോ? ആ നീയുള്ളപ്പോഴല്ലേ കാവേരിനോട് ഞാനതൊക്കെ പറഞ്ഞത്. ഏത് ആലോചിക്കാൻ കേട്ടോ. അപ്പം നിവിനിങ്ങനെ ഇങ്ങനെ ഓർത്ത് നോക്കുകയാണ്. അപ്പോഴാണ് നിവിന് ഓർമ്മ വരുന്നത്, കാവേരിനെ വഴക്ക് പറഞ്ഞല്ലോ വിനീത് റോട്ടിൽ വെച്ചിട്ട്. ആ കാര്യമാണ് വിനീത് പറഞ്ഞത്. എടാ ആ കാര്യമല്ല, ഞാൻ എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ആ എടാ എനിക്കൊരു ഇഷ്ടമുണ്ട്, നീ ആ കുട്ടിയോട് സംസാരിക്കണം. അതിനെന്താ ബ്രോ, ഞാൻ സംസാരിക്കാം. അപ്പോൾ നീ എനിക്കത് ശരിയാക്കി തരും ഉറപ്പായിട്ടും. നിനക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ശരിയാക്കി തരൂലേ? ഉറപ്പായിട്ടും ഞാനത് ശരിയാക്കി തരും എന്ന് പറയും കേട്ടോ. അങ്ങനെ നീ സന്തോഷത്തോടു കൂടി ബൈക്ക് കയറുമ്പോൾ വിനീത് വീണ്ടും വന്ന് ചോദിക്കണം, എടാ ആ പെൺകുട്ടിയുടെ പേരൊന്ന് പറഞ്ഞിട്ട് പോടാ എന്ന് പറയുകയാണെ. അപ്പോഴാണ് നിവിന് മനസ്സിലായത് കാവേരിയുടെ കാര്യം പറഞ്ഞതൊന്നും വിനീതിന് ഓർമ്മയില്ലാന്ന്. അപ്പം നിവിൻ പുറത്തേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പോകും കേട്ടോ നിവിൻ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം വിനീത് ഗുളിയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് രാത്രിയായിട്ടും വിനീതിന് പോകാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു ചമ്മൽ. ഇപ്പോൾ എന്താടാ നീ നേരായിട്ട് പോകാത്തത് എന്ന് പറയട്ടെ. ഏയ് ഒന്നുമില്ല, ചമ്മലാണല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാടാ, നീ എന്തായാലും കല്യാണം കഴിഞ്ഞതല്ലേ, ഈ കുറച്ച് ഒരു കഷ്ണം അലുവയും ഇത്തിരി മുല്ലപ്പൂവൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ചെല്ലി എന്ന് പറയും കേട്ടോ. പിന്നെ ഞാനങ്ങനെ മുല്ലപ്പൂ മേടിച്ചു കൊടുത്ത് പെണ്ണുങ്ങളെ മുടിയിൽ ചൂടി പിന്നീ കൂടെ നടക്കുന്ന ആളൊന്നുമല്ല എന്ന് നിവിൻ പറയട്ടോ. ആണോ? എന്നാലേ എനിക്ക് വീട് കുടുംബമൊക്കെ ഉണ്ട്, ഞാനേ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് സലീമൊക്കെ വേഗം പോകും കേട്ടോ. 9:30 നീ വേണമെന്നുണ്ടെങ്കിലേ പോകാൻ നോക്കുമെന്ന് പറയും. അങ്ങനെ വേഗം തന്നെ 9:30 എന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ വിനീത അവിടെ ഒക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം വേഗം ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ നേരെ ചെന്നിട്ട് മുല്ലപ്പൂ കടയിൽ വണ്ടി നിർത്താണേ. എന്നെ വേഗം ചെന്നിട്ട് ചേട്ടാ മുല്ലപ്പൂ ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. എന്തിനാടാ ഇന്ന് മുല്ലപ്പൂ, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കളിയാക്കാണേ. ഞാനിത്തിരി മുല്ലപ്പൂ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നിനക്ക് തരാം, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കൊടുക്കാനുള്ളതാ, സാറില്ലേ ഞാൻ അവർക്ക് വേറെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂവൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ കാശ് കൊടുത്തിട്ട് അതിൻ്റെ ബാലൻസ് ഒന്നും മേടിക്കാതെ പോകണേ. ആ കാശിൻ്റെ ബാലൻസ് ഒന്നും വേണ്ടേ നിനക്ക്? ബാലൻസ് വേണ്ട, ബാലൻസ് ഒക്കെ ചേട്ടൻ വെച്ചോ എന്ന് പറഞ്ഞിട്ട് വേഗം പോകുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് അലുവയും കൂടെ കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നിളയും യമുനയും ഗംഗയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യമുന പറയും, ഗംഗേച്ചി ഇന്നും വിനീതേട്ട കുടിച്ചിട്ട് വരുമോ? അപ്പോൾ നിള പറയാം, പിന്നെ ഇന്നൊന്നും കുടിച്ചിട്ട് വരില്ല, എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്താണ് എന്ന് പറയട്ടോ. ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നിൻ്റെ തല ഒന്ന് സൂക്ഷിച്ചോട്ടാന്ന് പറയും. എന്തിനാ എൻ്റെ തല സൂക്ഷിക്കുന്നത്? ഇതേ ഈ വിനീതേട്ടൻ കുടിക്കണമെന്നുണ്ടെങ്കിലേ നിൻ്റെ തല വേദനിക്കും, നീ തല വേദനിക്കുമ്പോൾ അപ്പം തന്നെ വിനീതേട്ടനെ വിളിച്ചിട്ട് പറയണം കേട്ടോ. അതേ വിനീതേട്ട എൻ്റെ തല വേദനിക്കുന്നുണ്ട്, കുടിച്ചു പോകരുതെന്ന് പറയണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗംഗ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അവിടേക്ക് ശാരദ വരികയാണ്. അപ്പോൾ ശാരദ ഗംഗനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ നേരമായിട്ട് വിനീത് വന്നിട്ടില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ഗംഗ ചോദിക്കും, അതെന്താ ഇന്നും ഞാൻ അന്വേഷിച്ച് പോകണോ? LKG പഠിക്കുന്ന കുട്ടിയൊന്നുമല്ലല്ലോ എന്നൊന്നും അന്വേഷിച്ച് പോകാനായിട്ട് എന്ന് പറയട്ടോ. ഓ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലൊന്ന് വന്ന് ചോദിച്ചതേ ഉള്ളൂ, അതിന് നീ എന്തിനാ ചൂടാവുന്നത് എന്ന് ചോദിച്ചിട്ട് ശാരദ അവിടെ നിന്ന് പോകാണ് കേട്ടോ. ആഹാ ഇത് നല്ല കുത്ത് എന്നൊക്കെ പറയുകയാണേ. അപ്പം ഗംഗ പോയി കഴിഞ്ഞ ശേഷം ഗംഗ ചിരിക്കുകയാണ് കേട്ടോ. ആഹാ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട് അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 3 പേരും കൂടെ ഇങ്ങനെ ചിരിക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് നിവിനെയാണ് കേട്ടോ. നിവിൻ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാവേരി ഫോൺ എടുത്തിട്ടില്ല, കാവേരിനോട് പറയാൻ വേണം. അപ്പോൾ കാവേരി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവിൻ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. അരവിന്ദിൻ്റെ കാര്യങ്ങളും തോട്ടം വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളും. അങ്ങനെ ആ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരാൾ ഡയറി കൊണ്ടുവന്ന് ആ ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചപ്പോൾ സങ്കടമായിരുന്നു. അതുപോലെ വിനീതിൻ്റെ കടയിൽ വെച്ചിട്ട് വിനീത് പറഞ്ഞിട്ടുണ്ടായല്ലോ, നിങ്ങളൊരിക്കലും കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മാവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഗംഗ ചേച്ചിയുടെ വിവാഹം മാത്രമല്ല അച്ഛനൊരു തോട്ടം കൂടി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിവിനിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ വീണ്ടും നിവിൻ ഫോൺ എടുത്തിട്ട് കാവേരിക്ക് വിളിക്കണം. കാവേരിയാണെന്നുണ്ടെങ്കിൽ ആ സമയമായിട്ടും വിനീതിനെ കാണാത്തത് കൊണ്ട് വിഷമിച്ച് പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. സമയം കുറേ ആയിട്ട് വിനീതിനെ കാണാനില്ല, ഇനിയും കുടിച്ചിട്ടുണ്ടാവുന്ന കാലിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡിൽ നിവിൻ വിളിച്ചിട്ട് കാവേരിനോട് പറയുകയാണ്
ഇങ്ങനെ തോട്ടം വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളതൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കാവേരിക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ആ ഒരു തോട്ടത്തിൽ പോകണം എന്ന് പറയാണ് കേട്ടോ നിവിൻ കാവേരിയോട്. പിന്നെ വിനീത് രാത്രി കുറച്ച് വൈകിട്ടാണെങ്കിലും എത്തുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ട്. അപ്പോൾ വിനീതിൻ്റെ അടുത്ത് വന്നിട്ട് കാവേരി മണപ്പിച്ച് നോക്കുകയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ പൊതിയാണെന്നുണ്ടെങ്കിൽ കാവേരി കാണാതിരിക്കാനായിട്ട് മറച്ച് പിടിക്കുന്നുണ്ട്. കാവേരി പൊതി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നിവിനും കാവേരിയും കൂടിയിട്ട് തോട്ടം കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി കാര്യങ്ങൾ കണ്ടിട്ട് നിവിൻ പറയുകയാണ്, ഇമോഷണലായിട്ട് ഇതിനെ നേരിട്ടിട്ട് കാര്യമില്ല, ബുദ്ധിപരമായിട്ട് വേണം നമുക്കിതിനെ നേരിടാനായിട്ട്. അതിന് വേണ്ടത് നമുക്ക് തെളിവുകളാണ് നമ്മൾ ശേഖരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ രാധമ്മ നമ്മളെ വിനീതിനോട് പറയാണ്, മുല്ലപ്പൂവും അലുവയും കൊണ്ട് പെണ്ണുങ്ങളെ മൂട്ടി കൂടെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല, കുറച്ചൊക്കെ സ്നേഹത്തോട് കൂടി ഇടപഴകി കൂടുതൽ അടുക്കാൻ നോക്ക്, അതാണ് വേണ്ടതെന്നൊക്കെ മുത്തശ്ശി രാധമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.